ഒരു ഹെഡ് കോൺസ്റ്റബിളിന് SI ഉപദേശിക്കാൻ അധികാരമില്ല. പക്ഷേ ഒരു ഏട്ടന് അനിയനെ ഉപദേശിക്കാമല്ലോ. അല്ല, ഇനി അഥവാ ഉപദേശിച്ചില്ലെങ്കിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എടാ, നമ്മുടെ നാടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരെണ്ണോ ശരിയല്ല. ഇവരെ ശരിയാക്കാൻ നമ്മൾ നിന്നാ നമ്മളും ചീത്തയായി പോവും. അത്ര തന്നെ. അപ്പൊ നമുക്കൊരു ഫോർമുലയുണ്ട്. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ. ഓ, എങ്ങനുണ്ട്? ഇതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഫോർമുല എന്തുവാ? നമ്മളെ വഴിക്ക് പോവുക. നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നതിന് മുമ്പ് ഇവന്മാരുടെ വഴിക്കൊന്ന് പോയി നോക്കാം. ഉണ്ണി, അത് ഉണ്ണിയല്ല, സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ. ഉണ്ണി അങ്ങ് കിട്ടുക. ഇങ്ങോട്ട് ഇറങ്ങടാ. ഏത് തന്തയുടെ അടിയന്തര ഉണ്ണാനാടാ നീയൊക്കെ മരണപ്പാച്ചിൽ നടത്തുന്നത്? സാറേ, കയ്യാങ്കളി വേണ്ട, ഇത് ചെയർമാന്റെ ബസ്സാ. മുഖത്ത് വേണ്ടി സംസാരിക്കുന്നോടാ. ചെയർമാന്റെ വണ്ടിയാണെങ്കിൽ നീയൊക്കെ ഈ പാവങ്ങളുടെ ജീവൻ വെച്ച റോഡിൽ കൂടെ വിമാനം പറത്തി കളിക്കും അല്ലടാ. എന്റെ പൊന്ന് സാറേ, പലതവണ ഞങ്ങൾ പറഞ്ഞതാ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ. ഇവന്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. വണ്ടി 2 സ്റ്റേഷനിലേക്ക് എടുക്കും. ആ ചെയർമാൻ, എന്താടോ? എവിടെ വെച്ച്? പുതിയ SI യോ? അത് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. SI ഉണ്ണികൃഷ്ണൻ. ഞാനാ ചെയർമാൻ. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? വന്ന് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ, പതിയെ മനസ്സിലായിക്കോളും. താൻ അവിടെ പിടിച്ചു വച്ചിരിക്കുന്നതേ എന്റെ ബസ്സാ. പിന്നെ ഞാൻ ശമ്പളം കൊടുക്കുന്ന പിള്ളേരെ അതങ്ങനെ വച്ച് താമസിപ്പിച്ച് വഷളാക്കാതെ പറഞ്ഞു വിട്ടേക്ക്. അവരെ പിടിച്ചു വെച്ചത് ഞാനാ. അപ്പൊ പറഞ്ഞു വിടാനും ഞാൻ തന്നെ തീരുമാനിക്കണം. പരാതി വല്ലതുകൊണ്ട് ഫോണിലൂടെ അല്ല, നേരിട്ട് വാ. അങ്ങനെ നേരിട്ട് വന്ന് പരാതി ബോധിപ്പിക്കുന്ന പതിവ് എനിക്ക് പണ്ടേ ഇല്ലടാ കൊച്ചനെ. എന്നാ പിന്നെ ആ പതിവ് ചെയർമാൻ അങ്ങ് തെറ്റിച്ചേക്ക്. നമസ്കാരം സാർ. വണ്ടി ഓവർ സ്പീഡ് ആയിരുന്നു. ഡ്രൈവർമാരുടെ കയ്യിലും ഫോൾട്ട് ഉണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്കണോ? കൊല്ലം കുറെയായി ഞാൻ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്. ഒന്നല്ല, റൂട്ടിൽ ഓടുന്ന 18 ബസ്സുള്ളവനാ ഞാൻ. അത് ഏത് വേഗത്തിൽ ഓടണം, എങ്ങനെ ഓടണം, എവിടെ ഓടണമെന്ന് ഇവരൊക്കെ ശമ്പളം കൊടുക്കുന്ന ഞാൻ തീരുമാനിക്കും. ഈ നഗരം ഭരിക്കുന്നവനാ ഞാൻ. എന്റെ പതിവ് തെറ്റിക്കാൻ തോളത്ത് 2 നക്ഷത്രവും വെച്ചോണ്ട് ഒരുത്തൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ ഒന്ന് നേരിൽ കണ്ട് പരിചയപ്പെടേണ്ട ഞാൻ വന്നിരിക്കുന്നത്. നമസ്കാരം. ആ പറഞ്ഞ 2 നക്ഷത്രം ഈ തോളത്താ ഉള്ളത്. ഈടാ കോപ്പെ, നീ എന്താ മനസ്സിലാക്കിയത്? എന്റെ പിള്ളേരെ നടുറോട്ടിലിട്ട് തല്ലിയതും പോരാ, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ഈ ചെയർമാൻ ജഗന്നാഥൻ നിന്നെ പോലൊരു പീറ SIയുടെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ചിരിക്കണോടാ. നിക്കണ്ടി വരും. റോഡിൽ കിടന്ന് തെമ്മാടത്തരം കാണിച്ചിട്ട് അത് ചോദിക്കാൻ ചെന്ന SIയുടെ മുഖത്ത് ചൂണ്ടി നിന്റെ ഈ പുള്ള സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിള്ളാരെ ഇറക്കിക്കൊണ്ടു പോകാൻ നഗരം ഭരിക്കുന്നവനല്ല, ഏത് മറ്റടം ഭരിക്കുന്നവനാണെങ്കിലും ഇവിടെ വന്ന് ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. എടാ കൊച്ചനെ, മര്യാദയ്ക്ക് അവരെ ഇറക്കി വിട്ടേക്ക്. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പേര് തെറിച്ചുപോയ നിന്റെ തൊപ്പി തിരിച്ച് ഈ തലയിൽ വയ്ക്കാൻ നിന്നെയൊക്കെ ഉണ്ടാക്കിയ തന്ത എന്റെ മുമ്പിൽ ഒന്ന് ഓച്ചാനിച്ച് നിൽക്കും. പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന തന്തയ്ക്ക് പറയുന്നോടാ. നീ ഞങ്ങളുടെ ചെയർമാനെ തല്ലി
അതിന്റെ പേര് ഇവന്റെ പിണ്ണാക്കിൽ നിന്ന് ജീവിക്കുന്ന നിനക്കൊക്കെ നൊന്തെങ്കിൽ പോയി പരാതി കൊടുക്കണം. അങ്ങനെ XMLA കുക്സ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനൊരു മരം റിട്ടയർഡ് ആക്കാൻ നോക്കണ്ട. നമ്മൾ ചെന്തലാന്ന് പറ. ആണോ? വേണ്ട വേണ്ട, കുഴപ്പമാക്കാനൊക്കെ വരട്ടെ, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എടീ ബസുമതി, നമ്മുടെ മരുമോന്റെ അനിയൻ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഒന്ന് പണ്ടാരം അടങ്ങിയപ്പോഴേ പണി തുടങ്ങിയെന്ന്. എന്റെ കുഴപ്പം വല്ലതും? ചില്ലറ കുഴപ്പമൊന്നല്ലോ ഉണ്ടാവാൻ പോകുന്നത്. ചായ വേണ്ട, ഊയം വേണ്ട, നീ ആ ഷർട്ടിങ് എറി. നിങ്ങളിങ്ങനെ അലറാവേ അലറാവേ. അവൻ എന്റെ പയ്യനാ, ഞാൻ പറഞ്ഞ അനുസരിക്കും. അതില്ലെങ്കിൽ അപ്പം മതി മുദ്രാവാക്യവും കിദ്രാവാക്യവും ഒക്കെ. അമ്മാവനോ? മരുമോനെ രാമകൃഷ്ണ, എന്റെ മോക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ സുഖം തന്നെയല്ലേ? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല അമ്മാവ. അല്ല, അമ്മാവൻ എന്താ ഈ വഴിക്ക്? ചുമ്മാ ഒന്ന് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ. ആ കൂട്ടത്തിൽ നമ്മുടെ ഉണ്ണിക്കുട്ടനെ കണ്ടോ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാമെന്നും വിചാരിച്ചു. ആളകത്തുണ്ടോ അതോ റിസൈൻ ചെയ്ത് പോയോ? അയ്യോ, അതെ, ഉടനെ കുറച്ച് ഫോഴ്സിനെ വേണം. പെട്ടെന്നായിക്കോട്ടെ. എന്റെ മോനെ ഉണ്ണിക്കുട്ട, ഒന്നും പറയണ്ട, ഇരിക്കെ. നീ ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞപ്പോ തന്നെ അവിടെ വീട്ടിൽ വന്ന് നേരിട്ട് കണ്ടൊന്ന് അനുമോദിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഇപ്പൊ ഭരണമില്ലെങ്കിലും ധർണ കിർണ റാലി കീലി എന്നൊക്കെ പറഞ്ഞ് ഒന്ന് നിന്ന് തിരിയാനുള്ള സമയം കിട്ടണ്ടേ? അതൊക്കെ പോട്ടെ. ഇതിപ്പോ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഇനി ആള് ബഹളും പത്രക്കുത്തറൊക്കെ വരുന്നതിന് മുമ്പ് ആകത്ത് കിടക്കുന്ന മാന്യന്മാരെ ഇറക്കി വിട്ടേക്ക്. ഓ, അപ്പൊ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാനാണ് അമ്മാവൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? ശുപാർശ കിപാർശ ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്തവനാ ഞാൻ. പിന്നെ ഇയാള് ഈ ചെയർമാൻ ആള് നല്ലവൻ. നമ്മുടെ വീട്ടിലേക്ക് വല്ല ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ മെഷീനോ എന്തിനധികം ഒരു ബസ് വേണമെന്ന് പറഞ്ഞാൽ ഡ്രൈവർ അടക്കം കൊടുത്തു വിടാൻ മടിയില്ലാത്ത പാർട്ടിയാ. നീ ചെറുപ്പമാ. അതിന്റെ ഒരു ആവേശത്തില് അയാളോട് പറഞ്ഞത് സ്വല്പ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് വല്ല മാപ്പോ ഗീപ്പോ പറഞ്ഞ് അവരെ ഇറങ്ങി വിട്ടേക്ക്. അമ്മാവൻ ഈ കാര്യത്തിന് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ട് ഇതുവരെ വന്ന സ്ഥിതിക്ക് പിരിച്ചുവിട്ടേക്കാം, മാപ്പ് പറഞ്ഞതിന് ശേഷം. ഞാനല്ല, അയാള്. അത് നടന്നത് തന്നെ. എന്നാ പിന്നെ ഉണ്ണിക്കുട്ട, ബെസ്റ്റ് ഓഫ് ലക്ക്. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ തൽക്കാലം അമ്മാവൻ ചെന്നാട്ടെ. വല്ല റാലിയോ കീലിയോ ഒക്കെ കാണുമല്ലോ. തിരിച്ചടിച്ച് എടാ മരുമോനെ, നിനക്ക് നട്ടലില്ലാതെയും പോയി, അവനതൊരൽപ്പം കൂടിയും പോയി. റെയിൽവേ ട്രാക്ക് വിഴുങ്ങിയ പോലെ അവന്റെ ഒരു നിപ്പ്. ഇടയ്ക്കൊന്ന് വളഞ്ഞില്ലെങ്കിലേ നാട്ടുകാർ കയറി വിളയും. നീ അതൊന്ന് ഉപദേശിച്ചു കൊടുത്തേക്ക്. ഓക്കെ ഓക്കെ. ചെറുക്കൻ എന്റെ ബന്ധുവായി പോയതുകൊണ്ട് ഇനി എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ എന്നെ അയക്കോ. നേതാവ് ഉദ്ദേശിക്കുന്ന പോലെ ബന്ധോ കിന്തോ അങ്ങനെ വല്ല നടത്തണം. എന്ത് കുന്തം വേണേലും അയക്കോ, സ്ഥലം വിടാം.